ഓമായെങ്കിലും സൗഖ്യം ഭദ്രാളിയായി നമ. ലോകത്ത് പല രീതിയിലുള്ള ഈശ്വര സങ്കല്പങ്ങളുണ്ട്. മനോമയി മണിമയി പ്രതിമ അഷ്ടവിധാ സ്മൃത. അപ്പോൾ അങ്ങനെയുള്ള പ്രതിമകളിലൂടെ അഷ്ടവിധാ സ്മൃത. ഇനിയിപ്പോൾ പെരുവമൊഴി ചെന്ന് കഴിഞ്ഞാലോ, അവിടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു മണ്ണുകൊണ്ടുള്ള പ്രതിഷ്ഠയുണ്ട്. അവിടെ തളിച്ച് നേദ്യമെന്ന് അർത്ഥം. അത് ശ്രീകോവിൽ തന്നെയായിട്ടാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടായാലും എവിടെയൊക്കെ ആയാലും ഒരു മരത്തിൻ്റെ ചൂട്ടിലിരുന്നതായ ഒരു ചൈതന്യത്തെ, അതിനെ പ്രശ്നവിധി പ്രകാരം എന്തു ചെയ്തു? നമ്മളൊരു മഴ നനഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്ഥാനം നൽകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് നമുക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് എല്ലാം. കേരളത്തിലുള്ളതായ സ്വയംഭൂ ക്ഷേത്രങ്ങൾ ഒഴിച്ച് 90% ക്ഷേത്രങ്ങളും ഇങ്ങനെ ഉണ്ടായത് എങ്ങനെയാണ്? ഒന്നുകിൽ ഇല്ലം വക, അല്ലെങ്കിൽ മറ്റൊക്കെ രീതിയിലുള്ളതായ ഒന്ന് തേവാരമൂർത്തികൾ തന്നെയാണ് ക്ഷേത്രമായിട്ട് തീരുന്നത്. തേവാരമൂർത്തികൾ ക്ഷേത്രമായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുമേനി എന്താ അങ്ങനെ പറയണത്, സുഞ്ചി എന്താ അങ്ങനെ പറയണത്? സംശയമൊന്നുമില്ല. നമുക്കിതാ വർഷത്തിലൊരിക്കൽ നമ്മൾ പോയി തൊഴുകാറുള്ളൊരു ക്ഷേത്രമുണ്ട് ചേർത്തലയ്ക്കടുത്ത്, തുറവൂർ ക്ഷേത്രം. അവിടെ തെക്കനപ്പനും വടക്കനപ്പനും. അവിടെ തെക്കിനിയിൽ എന്താണ്, അവിടെ സുദർശനമൂർത്തിയായിട്ടും, വടക്കിനിയിൽ അവിടെ നരസിംഹമൂർത്തിയായിട്ടും, അവിടെ ഗവൺമെൻറ് അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. എങ്ങനെ സംരക്ഷിച്ചു? അതിൻ്റെ ചുറ്റും മുഴുവനും മരത്തിൻ്റേതായ കൃഷ്ണ അവതാര ലീലകളാണ് ആ ക്ഷേത്രത്തിന് ചുറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളതായ ഓരോന്നും ഉയർന്നു വരുമ്പോൾ നമുക്കറിയാം, അതിപ്പോൾ ഏത് പേരിലായാലും, മാങ്കുളം എന്നായാലും കോട്ടപ്പടി എന്നായാലും ഇനിയോ വാളാശ്ശേരി എന്നായാലും എന്തായാലും ഏത് കുടുംബത്തിൻ്റെ പേരായാലും ഉയർന്നു വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ഉയർന്നു വരുന്നവനെ അതേ രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഒരു നിത്യനിദാന പടിത്തരങ്ങൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ കൊടിയേറ്റ് പ്രതിഷ്ഠക്കും എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയുള്ളതായ ഒരു സങ്കല്പത്തിൽ, ആ സങ്കല്പത്തിൽ നിന്ന് അത്യാവശ്യ വിശേഷ ദിവസങ്ങളിൽ മാത്രം കൂട്ടിയാൽ മതി. ഒരാൾ വിചാരിക്കുന്നു, എന്നൊരു 6 കിലോ ശർക്കരയ്ക്ക് പായസം തുടങ്ങിയേക്കാം. വേണ്ട, അത് തുടങ്ങിയാൽ കൊണ്ടു കിടക്കാൻ പറ്റുമോ? തേവാരമൂർത്തികളടക്കം ചെയ്യുമ്പോൾ അതിൻ്റേതായ സങ്കല്പങ്ങളുണ്ട്. സങ്കല്പേമ സമർപ്പയാമ എഴുതേ ത്വത്പ്രീതിയെ ഗൃഹ്യതാം എന്നവിടെ മാതൃകാ പുഷ്പമാലാശ്രമത്തിൽ ഭഗവതിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കലികാലത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി സമർപ്പിക്കാൻ പോകും. ആപൂപ സഹസ്രം പോലെ നൈവേദ്യമാവുന്നത് വെള്ളിപ്പാത്രത്തിൽ, സ്വർണ്ണപാത്രത്തിൽ, ഇതിനൊക്കെ നേദിക്കുന്നതിന് കുഴപ്പമില്ല. നേദിക്കുന്നതിൻ്റെ അനുസരിച്ച് വെള്ളിപ്പാത്രത്തിൽ നേദിച്ചു എന്ന് നമ്മൾ വിചാരിക്കുക. നേദിച്ചു കഴിഞ്ഞപ്പോൾ 2 പേര് വന്നു. രാവിലെ ഇത്തിരി വൈകി ദേവാരം കഴിക്കാൻ, അല്ലെങ്കിൽ കുടിയേറ്റ് പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വൈകി 2 പേരും മുഷിഞ്ഞ വസ്ത്രത്തിൽ വന്നു എന്ന് വിചാരിക്കുക. തിരുമേനി എന്തെങ്കിലും ആഹാരം തരണം. ആ ആഹാരം കൊടുത്താൽ മാത്രമേ എന്ത് പ്രയോജനമുള്ളൂ? ആ പൂജ കഴിച്ചുകൊണ്ടോ ആ അമ്പലത്തിൽ ശാന്തി കഴിച്ചിട്ടോ പ്രയോജനമുള്ളൂ. വെള്ളിപ്പാത്രത്തിൽ സ്വർണ്ണപാത്രമൊക്കെ നേദിക്കുന്ന ശരിയാണ്. പലർക്കും നമ്മുടെ ഡ്രോബാക്ക് ഇതാണ്, ബിംബങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി നേദിക്കും. ഒരാൾ വിശന്ന് വന്നാൽ കൊടുക്കില്ല. അപ്പോൾ സങ്കല്പം അനുസരിച്ച് ക്ഷേത്രങ്ങളായാലും എന്തായാലും എല്ലാം ഒന്നാണ് എന്നാണ് പറയുന്നത്. ദേവിയും ഭഗവതിയും ഭദ്രകാളിയും ഗണപതിയും. എൻ്റെ അനിയൻ്റെ മോൻ ഇന്നലെ ചെന്നപ്പോൾ തന്നെ ചോദിച്ചു, സർപ്പപൂജ എപ്പോഴാണ്? 100 പാലും എപ്പോഴാണ് പേരപ്പാന്ന് ചോദിച്ചു. 100 പാലും എപ്പോഴാണ്? അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് പാമ്പുകളെ. അവൻ പാമ്പിൻ്റെ ആളാണ്, സർപ്പബലി അടക്കം. അപ്പോൾ ചിലർക്ക് ഒന്നിനോട് താല്പര്യം ആയിക്കോട്ടെ. ചിലർ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും ഭഗവസേവ എപ്പോഴാണ്, ചിലർ ചോദിക്കും സുദർശനോളം എപ്പോഴാണ്, ചിലർക്ക് ഭഗവതിക്ക് നേദ്യം എപ്പോഴാണ്, ചിലർക്ക് മുത്തപ്പന് നേദ്യം, ചിലർക്ക് രക്ഷസന് നേദ്യം എപ്പോഴാണ്. അത് ഓരോരുത്തരുടെ മനസ്സിന് ഇഷ്ടം അനുസരിച്ച്. എൻ്റെ അനിയൻ്റെ മകൻ ചോദിച്ചത് ചെന്നപ്പോൾ തന്നെ, പേരപ്പ എപ്പോഴാണ് സർപ്പപൂജയും 100 പാലും? ഞാൻ പറഞ്ഞു ഇപ്പം കഴിക്കാനില്ല, ഏതായാലും നാളെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവന് എന്താ ഇഷ്ടം? അവന് എന്തിനെ ഉപാസിക്കുന്നോ ആ സ്വഭാവമായിത്തീരും. സർപ്പദേവങ്ങളെ ഉപാസിച്ചാൽ സർപ്പത്തിൻ്റെ സ്വഭാവം. ഒരു മഹാദേവനെ ഉപാസിച്ചാൽ മഹാദേവനായിത്തീരും. അപ്പോൾ ചരിത്ര പ്രസിദ്ധമായ രീതിയിലുള്ളതായ ചിന്തകളിലൂടെ മുമ്പ് വേങ്ങൂർ മേശാന്തി ആയിരുന്നതായ പേരപ്പൻ, ഞങ്ങൾക്ക് കൊച്ചിൽ വയറുവേദന വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരിഷ്ടം ഉണ്ടാക്കി തരാറുണ്ട്. ഒരു മരത്തിൻ്റെ അലമാരിയിൽ പല അരിഷ്ടങ്ങളുണ്ട്. വേറെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എടുത്തു തരുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുപ്പി പൊട്ടിത്തെറിക്കാറുണ്ട്. അത്ര ശക്തിയാണ് പേരപ്പൻ്റെ ജ്യോത്സ്യം. എൻ്റെയും ഞങ്ങളുടെ 3 പേരുടെയും ജാതകം എഴുതിയത് കോട്ടപ്പടി ഗോവിന്ദേട്ടൻ തോട്ടം, മീനിച്ചിൽ തോട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തേവണം കൂടെ ആയിട്ടൊരു ബന്ധം കൂടെ ഉണ്ട്. ഓരോ 3 ദിവസത്തെയും ഫലങ്ങൾ
ചതുരത്തിൽ വരച്ച് ഓരോ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ ജാതകത്തിൽ. ഇന്നത്തെ ജ്യോത്സ്യന്മാർക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. ഇന്ന് കമ്പ്യൂട്ടറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. പേരപ്പൻ്റെ ഞങ്ങളുടെയൊക്കെ ജാതകം എടുത്തു നോക്കിയാൽ അറിയാം. പേരപ്പൻ ജാതകം എഴുതിയത് കളം വരച്ചുകൊണ്ട് 12 മാസത്തെയും ഫലങ്ങൾ 3 ദിവസത്തെ കൂടി പോയിൻ്റായിട്ട് 1 പോയിൻ്റ് 2 പോയിൻ്റ് അങ്ങനെ ബിന്ദു ഇട്ട് തന്നിരുന്നു. ആ ഫലങ്ങൾ അച്ചട്ടാണ്. ഓരോ സമയത്ത് സംഭവിക്കേണ്ടതായ നന്മകൾ, ഓരോ സമയത്ത് എനിക്ക് സംഭവിച്ചതായ അപകടങ്ങൾ, എനിക്ക് സംഭവിച്ചതായ ദുഃഖങ്ങൾ, സത്യങ്ങൾ, അറിവുകൾ, കോളേജ് പഠിപ്പിക്കലടക്കം തന്ത്രം കിട്ടിയതടക്കം എല്ലാം പേരപ്പൻ്റെ ജാതകത്തിൻ്റെ ഫലമാണ്. കേതുവിൻ്റെ അപഹാരകാലത്ത് ഇന്ന രീതിയിൽ സംഭവിക്കുന്ന അതിനകത്ത് കൃത്യം ആ ദിവസം ആ സമയത്ത് സംഭവിച്ചു. എന്നാലും അതിൽ എഴുതിയിട്ടുണ്ട് ഇടിഞ്ഞ് നുറുങ്ങി കിടന്നാലും ഏകദേശം ഒരു 70-72 വരെ ജീവിക്കുന്ന അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടർ ജാതകമുണ്ട്, ചുമ്മാ കൊടുത്താൽ മതി, അതിനകത്ത് പ്രിൻ്റ് ഔട്ട് കൊടുക്കുക. അങ്ങനെയൊന്നുമില്ല. അത് ബോധസ്വരൂപമായിരുന്നു, ഒന്നുമില്ല അന്നത്തെ കാലത്തൊന്നും. ഞാൻ 15 വർഷം ശാന്തി കഴിച്ച വക്കുള്ളിയിൽ പേരപ്പനാണ് കഴിച്ചത്. ബിംബം കുറച്ച് കൊണ്ട് ഇട്ടു പേരപ്പൻ കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് എവിടുന്നോ അത് എടുത്തുകൊണ്ട് വന്ന് ഒരു തറയിൽ നടന്നു പോയി. എവിടുന്ന് കോട്ടപ്പടിക്കൽ നിന്ന് നടന്ന് ബേങ്ങൂര് ശാന്തി കഴിച്ച് അതിനുശേഷം മക്കുള്ളിയിൽ പോയി പേരപ്പൻ ശാന്തി കഴിച്ചിരുന്നു. പേരമ്മയ്ക്കാണെങ്കിൽ അകക്കണ്ണ് മാത്രമേ കാണുള്ളൂ. സൂർദാസിനെ പോലെ തന്നെയാണ്. എപ്പോഴും നാമം ജപിക്കും. അരി അരച്ചിരിക്കുമ്പോൾ നാമം ജപിക്കും. അരിയുടെ ഇത് ശരീരത്തിലേക്ക് തെറിക്കും. തെറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് മുഴുവൻ ബ്ലൗസിൽ മുഴുവൻ വെള്ള കളറാവും. എടാ ഇന്ന് നല്ല ഭംഗിയായിട്ട് ബ്ലൗസ്. എന്നിട്ട് ഏതെങ്കിലും സെറ്റിമുണ്ടിൻ്റെ കാര്യം എന്തെങ്കിലും കൊണ്ട് തല കെട്ടുകയും ചെയ്യും, മുടി കെട്ടുകയും ചെയ്യും. അപ്പം നാമം ജപത്തിൻ്റെ ശക്തി അത് പ്രത്യേകതയാണ്. അതേ രീതിയിൽ തന്നെയാണ് വാമന മുത്തപ്പൻ. ഞങ്ങളെ കൊണ്ടൊക്കെ വച്ചേതിക്കാൻ മുമ്പ് എല്ലായിടത്തും നാമം ജപിച്ചുകൊണ്ട് ഒരാളുടെ ശബ്ദം കേട്ടാൽ പോലും തിരിച്ചറിയുന്നു വാമന മുത്തപ്പൻ. അപ്പോൾ പുറമേ ഉള്ള കണ്ണ് നല്ലതിന് ഉപയോഗിച്ചാൽ അത് തന്നെത്താനെ കുത്തി പൊട്ടിക്കുക, അകക്കണ്ണ് തുറക്കുക. അകക്കണ്ണ് തുറക്കുമ്പോഴുണ്ടാകുന്നതായ ഒന്ന് എന്ന് പറയുന്നത് ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരു ഇണ്ടൽ ബദം ഉണ്ടാവതല്ലമ പണ്ടേ കണക്കെ നിൻ കൃപാമരികൾ ഉണ്ടാമേ വരദ നാരായണായ നമ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെയുണ്ട്, നാരായണൻ എന്നാണ്. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണ് എല്ലാവരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരോടൊക്കെ പേരായിട്ടിരിക്കുന്നത്. എന്നിട്ട് കിട്ടു, മിറ്റു, ചട്ടു, പട്ടു, തട്ടു, മിറ്റു എന്നൊക്കെ പേരിടും. കാരണം അറിയാതെയാണെങ്കിലും 3-ാം തലമുറയ്ക്ക് നാമം ജപിച്ചു പോയാൽ മോശമല്ലേ. അപ്പോൾ കലോ തത് ഹരി കീർത്തനാൽ ഹരി കരുതി പാപാനി അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് മൂർത്തികളെ ഉപാസിച്ചാലും പാപത്തെ ഹരിക്കുന്നതിനെ ഹരി എന്ന് പറയാം. 33 കോടി ദേവതാ സങ്കല്പങ്ങളുണ്ട്. ദൈവസങ്കല്പങ്ങളല്ലാട്ടോ, അത് തെറ്റാണ്. 36 ദൈവസങ്കല്പങ്ങളേ ഉള്ളൂ. അപ്പോൾ പലയിടത്തും സംശയമുണ്ട്. രണ്ടാമത്തേതല്ലേ ആയില്യം എടുക്കേണ്ടത്. ദൈവങ്ങളുടെ പൂജയ്ക്ക് ആദ്യത്തെയും രണ്ടാമത്തേത് പിറന്നാളായിട്ട് നമുക്ക് കൊടുക്കും. ഇപ്പോൾ ആയില്യം പൂജ എല്ലായിടത്തും നടക്കുമ്പോൾ സർപ്പ ദൈവങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുഴുവനും നാച്ചുറലാണ്. മഞ്ഞപ്പൊടി, പാള, പാല്, കദളിപ്പഴം എല്ലാം. അപ്പോൾ അനുഗ്രഹ കല വർദ്ധിപ്പിക്കേണ്ടത് എന്തിൽ തന്നെയാണ്? അവിടെ നാക്കായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അവിടെ ജിഹ്വയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഓരോ സർപ്പദൈവങ്ങളുടെ അടുത്തും ഇത് തർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ആ സ്ഥലത്ത് നോക്കിയാൽ അറിയാം കുഞ്ഞു കുഞ്ഞു സർപ്പദൈവങ്ങൾ വന്ന് കഴിച്ചതിൻ്റെ പാട്. അപ്പോൾ പാട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വഴിപാട് എന്ന് പറയുന്ന വഴിപാട്. ആര്? അനേകം ഋഷിമാർ, നമ്മളുടെ ഗുരുനാഥന്മാർ, ഭക്തജനങ്ങൾ നടന്നതായ വഴിപാട്. അതാണ് പൂജ കഴിഞ്ഞിട്ട് അവിടെ തന്നെ നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിക്കുമ്പോൾ, ആ മണ്ണിൽ നമസ്കരിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ പാദധൂളി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ എന്തായിത്തീരുന്നു? നമ്മൾ നിർമ്മലമായിത്തീരുന്നു. അത് നിർമ്മലമായിത്തീരുന്നതിനെ കൊണ്ടു നടക്കാൻ പലർക്കും പറ്റുന്നില്ല. അതാണ് കുഴപ്പം. നിർമ്മലോട് ഗണോദയം മഹി മംഗളഭൂയിഷ്ടപുരഗ്രാമം പ്രജാകര എന്ന് പറയുന്നത് പോലെ തന്നെ നിർമ്മലമായ അന്തരീക്ഷം ഉണ്ടാവട്ടെ, നിർമ്മലമായ ഹൃദയം ഉണ്ടാവട്ടെ, നിർമ്മലമായ ശരീരം ഉണ്ടാവട്ടെ. ശരീരം ഉണ്ടെങ്കിലേ എന്തുള്ളൂ? ഉപാധി ഉണ്ടെങ്കിലേ ഉപാധേയത്തിന് നിലനിൽപ്പുള്ളൂ. സംശയമൊന്നുമില്ല. രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. അപ്പോൾ ശരീരം ഒരേപോലെ തന്നെ സംരക്ഷിക്കണം, ആത്മാവിനെ സംരക്ഷിക്കുന്ന പോലെ തന്നെ. കാരണം ആത്മാവിന് ഇതിനകത്ത് നിലനിൽക്കാൻ എന്ത് ശക്തി വേണം? അതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാവോ അതിന് സ്വീകരിക്കണം. അപ്പോൾ ഉപാധിയില്ലാതെ ഉപാധേയത്തിന് നിലനിൽപ്പില്ല, ഉപാധേയമില്ലാതെ ഉപാധിക്ക് നിലനിൽപ്പാണ്. അപ്പോൾ എന്തൊക്കെ ഉപാധികൾ സ്വീകരിക്കാമോ? ലോകത്തെ സ്നേഹിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. പെറ്റമ്മയും പിറന്നനാടും സ്വർഗത്തേക്കാൾ മഹർക്കാണ്. അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ഒരു ഫലമില്ല എന്നർത്ഥം. അതുതന്നെയാണ് ഇന്നും പറയുന്നത്, എപ്പോഴും പറയുന്നത്. എല്ലാം ആവാം.
ഈശ്വരന് സ്വർണ്ണമാല സമർപ്പിക്കാം, സ്വർണ്ണ താലികൾ സമർപ്പിക്കാം, ദേവിക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിവില്ലാത്തവർക്ക് ഒരു നേരം വസ്ത്രം കഴിക്കാൻ കൊടുത്താൽ മാത്രമേ ഈ കർമ്മങ്ങൾക്ക് പ്രയോജനമുള്ളൂ. ഒരു കർമ്മവും ഈശ്വരനിൽ എത്തിക്കുന്നില്ല എന്നുള്ള സത്യം കൂടെ പറയട്ടെ. അതിന് കർമ്മബന്ധാൽ വിമുച്ചത്തെ നമ്മളൊരു ചട്ടയമായിക്കൊണ്ട് തന്നെ ഭഗവാന്റെ 16 അംശമായിക്കൊണ്ട് തന്നെ ഭഗവതിയായി തന്നെ മാറിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. നല്ല മഴ എന്ന് പറയാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശ്വരമായി കിടക്കുന്ന ഭൂമിയെ കുളിരിലിരിക്കുന്ന മഴകൾ പെയ്യുമ്പോൾ ലോകത്ത് ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. നമഃശിവായ, നമഃശിവായ, നമഃശിവായ.